ഓരോ ആൺകുട്ടികളുടെ ഒക്കെ സ്വഭാവം കാണുമ്പോ അറേഞ്ച് മാരേജ് പോകാൻ തോന്നും. രണ്ടും നല്ലതാ. ലവ് മാരേജ് നല്ലത്. അറേഞ്ച് മാരേജ് ഇവിടെ അറേഞ്ച് മാരേജ് ചെയ്യുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇല്ലല്ലേ ഉറപ്പായിട്ടും. പാസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. ഫ്രീ പാടായിട്ട് നടക്കാം. അതിപ്പോ വീട്ടിൽ ചോദിച്ചു. ഞാനല്ലേ കെട്ടണുള്ളൂ, അവരല്ലല്ലോ. കണ്ണുനീരിലോ വിയർപ്പ് നീരിലോ സ്നേഹമെന്ന പദമാറിയത് എന്നിലോ. നമ്മളുടെ ഈ കേരളത്തിൽ യുവതി യുവാക്കൾക്ക് അറേഞ്ച് മാരേജിനോടാണോ അതോ ലവ് മാരേജിനാണോ കൂടുതൽ സ്വീകാര്യത എന്ന് നമുക്ക് ചോദിച്ചറിഞ്ഞാലോ? ലവ് മാരേജിനോടാണോ അതോ അറേഞ്ച് മാരേജിനോടാണോ താല്പര്യം? താല്പര്യം ലവ് മാരേജിനോടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഇതുള്ളത്. അതെന്തുകൊണ്ടാണ് ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ലവ് ഉള്ളത് കൊണ്ടാണോ? ലവ് മാരേജ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതെ. അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും എന്ന് തോന്നുന്നു. ഈ ലവ് മാരേജിന് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമോ? അതിപ്പോ വീട്ടിൽ ചോദിച്ചു. അറേഞ്ച് മാരേജിനോട് എന്തുകൊണ്ടാണ് അറേഞ്ച് മാരേജിനോട് താല്പര്യം? ലവ് മാരേജ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ആൺകുട്ടികളുടെ ഒക്കെ സ്വഭാവം കാണുമ്പോ അറേഞ്ച് മാരേജ് പോകാൻ തോന്നും. ഈ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് വീട്ടുകാർ കണ്ടുപിടിച്ച ആളായിരിക്കത്തില്ലയോ? ആ ആള് പെർഫെക്റ്റ് ആവുന്ന അതിലേക്ക് 100% നമ്മൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ അങ്ങനെ തീരുമാനം എടുക്കത്തുള്ളൂ. അപ്പോൾ കുറച്ചാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് യോജിച്ച ആളാണെങ്കിൽ മുന്നോട്ട് വരാൻ അതിലൂടെ താല്പര്യം ഇല്ലയോ? അതെ. നിലവില് ആലോചന വല്ലതും ഉണ്ടോ? ഇപ്പൊ നോക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് പോട്ടെ. താങ്ക് യു. രണ്ടും നല്ലതാ. എന്നാലും കൂടുതൽ പ്രിയതിനോടാ? ലവ് മാരേജ്. എന്തുകൊണ്ടാണ് ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആളെ കണ്ട് മനസ്സിലാക്കിയിട്ട് വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ലവ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടല്ലയോ? ഓക്കെ, താങ്ക് യു. ബ്രോയ്ക്ക് അറേഞ്ച് മാരേജിനോടാണോ അതോ ലവ് മാരേജിനോടാണോ താല്പര്യം? ഇതാണ് ബ്രോ. എന്നാലും പറ ബ്രോ. നിങ്ങൾ തന്നെ പറഞ്ഞോ. ലവ് മാരേജ്. ലവ് മാരേജ് ആണോ ബ്രോ? എന്തുകൊണ്ടാണ് ലവ് മാരേജ് പറഞ്ഞത്? പെണ്ണുള്ളത് കൊണ്ട്? പെണ്ണില്ല. പെണ്ണില്ലയോ? പെണ്ണില്ലാതെ ബ്രോയ്ക്ക് ലവ് മാരേജ് പറയാൻ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലേ? അറേഞ്ച് നമുക്ക് ഓക്കെ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ അറേഞ്ച് മാരേജ് ചെയ്യുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും. പാസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. ഓ, ഇത് കേട്ട അറേഞ്ച് മാരേജ് ചെയ്യുന്നവരെന്ത് വിചാരിക്കും? ലവ് മാരേജ് ആണ് താല്പര്യം. ലവ് മാരേജ് ആണ് താല്പര്യം. അതെന്താ, ലവ് ഉള്ളതുകൊണ്ടാണോ? അല്ല, ലവ് ഇല്ല. അല്ല, ഓൾറെഡി കുറെ ഒരാളെ മനസ്സിലാക്കുമല്ലോ. നമ്മള് കുറെ നാളായിട്ട് എടുക്കുന്നില്ലേ, അപ്പം കുറെ നാളെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായും അവരോട് സഹകരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണോ അല്ലയോ നമ്മുടെ അറിയാൻ കഴിയും. അതൊരു ചോദ്യമാണ്. ലവ് മാരേജ്. ലവ് മാരേജ് എന്തുകൊണ്ടാ ബ്രോ? കുട്ടികളും കുഴപ്പമില്ല, ഇനി ശ്രമിക്കൂ. അതെ, ഇനി കിടപ്പുണ്ടല്ലോ. അറിയാത്ത ആരെ പിടിച്ച് തല കെട്ടിയ കണ്ടത്. ഈ അറിയാവുന്ന ആളെ തലയെ കെട്ടിയ പ്രശ്നമാവോ? അറിയാത്ത ആളെ അല്ല, ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ആളില്ലയോ? ഈ അറിയാവുന്ന ആളെ തലയെ കെട്ടിയ എന്തെങ്കിലും പ്രശ്നമൊന്നും ഭയക്കുന്നുണ്ടോ? ഓക്കെ ബ്രോ, താങ്ക് യു. പറ്റുന്നാലേ പിടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. പറ്റുന്നാലേ തല കെട്ടി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബ്രോ. കഴിക്കാൻ തോറ്റിയതാ? പ്രണയിച്ചൊടിഞ്ഞാണോ? അല്ല, ബാസ്കറ്റ്ബോൾ കളിച്ച്. ബാസ്കറ്റ്ബോൾ കളിച്ചാ? ബ്രോയ്ക്ക് അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ താല്പര്യം? ലവ് മാരേജ്. എന്തുകൊണ്ടാ ബ്രോ? അറേഞ്ച് മാരേജ് തോലിയെന്ന് അറിയാം. ലവ് മാരേജ് നല്ലത്. അറേഞ്ച് മാരേജ് തൊലയും. മിക്കതും ലവ് മാരേജ് മിക്കതും ഡിവോഴ്സ് ആവുന്നത്. പക്ഷെ ലവ് മാരേജ് ചെയ്ത് നല്ലത്. പ്രണയിക്ക ഉദ്ദേശം ഉണ്ടോ? കിട്ടിയ പ്രണയിക്കോ? ഇപ്പൊ ഓ, എങ്ങനെ പോന്നു? സുഖനിദ്ര എല്ലാം കണ്ടും. ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമല്ല. അപ്പോഴും പിന്നെ ഏതാ ഇഷ്ടം? നോ മാരേജ്. നോ മാരേജ്. എന്തുകൊണ്ടാ? കുറച്ച് സ്വതന്ത്രമായിട്ട് നടക്കണം അല്ലയോ? ഫ്രീ പാടായിട്ട് നടക്കാം. ഈ ബന്ധങ്ങൾ ഒരു വിലങ്ങ് തടിയാവുന്നുള്ള പേടിയുണ്ടോ? ടോക്സിക്. ടോക്സിക് അല്ലയോ? അനുഭവം ഉണ്ടോ? ഇല്ല, അനുഭവമില്ല. ബ്രോയ്ക്ക് ലവ് മാരേജിനോടാണോ അതോ അറേഞ്ച് മാരേജിനോടാണോ താല്പര്യം? എന്തേലും പറ. എന്തേലും ഒരു വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റുമോ? കഴിക്കണമല്ലോ. അപ്പോഴെന്തേലും ഒന്ന് അനുകൂലിച്ചല്ലേ പറ്റൂ. ലവ് മാരേജിനോട് ആണ്, അതിനോടാണ്. എന്തുകൊണ്ടാ ബ്രോ? സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നല്ലേ നല്ലത്. ലവ് ഉള്ളതുകൊണ്ടാണോ ലവിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല, അയ്യോ, ഞാൻ സിംഗിളാട്ടോ. ലവ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? പിന്നെ ഉദ്ദേശമൊക്കെ ഉണ്ടോ? നോക്കൂല്ല. പിന്നെ അല്ലാതെ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ബ്രോ പാടിക്കോ? ഇത് കണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടു ബ്രോ? ഇത് കണ്ട് ആരെങ്കിലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ബ്രോയുടെ പാട്ട് ഉണ്ടോ? എന്തെങ്കിലും പാട്.
എന്തേലും ബ്രോയ്ക്ക് അറിയാവുന്ന ഒരു രണ്ടുപേര് പറയും. ഓക്കെ ഞാൻ എഴുതിയ പാട്ട് ധൈര്യമായിട്ട് പഠിക്കാം. റാപ്പാണ്. ഓക്കെ. കണ്ണുനീരിലോ വിയർപ്പ് നീരിലോ സ്നേഹമെന്ന പാത മാറിയത് എന്നിലോ കാലങ്ങൾ മാറിയത് തീരങ്ങൾ തേടിയത് തിരഞ്ഞ പാതകൾ കടന്നു മാറിപ്പോയത്. കണ്ണുനീരിലോ വിയർപ്പ് നീരിലോ സ്നേഹമെന്ന പാത മാറിയത് എന്നിലോ കാലങ്ങൾ മാറിയത് തീരങ്ങൾ തേടിയത് തിരഞ്ഞ പാതകൾ കടന്നു മാറിപ്പോയത്. ചിന്തകൾ പലതരം നിന്നുള്ളിൽ വേലത്തരം നീയൊക്കെ കാണുന്നതോ ചുമ്മാ കള്ളത്തരം. മുകളിൽ ആകാശവും താഴെ ഭൂമിയും നടുവിലുള്ളതോ നിന്റെ ഭീതിയും. താങ്ക് യു. ബ്രോയുടെ സ്നേഹത്തെ കുറിച്ചുള്ള ഈ വരികൾ കേട്ട് ബ്രോയെ ആരെങ്കിലും പ്രണയിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ലവ് മാരേജിനോടാണോ അതോ അറേഞ്ച് മാരേജിനോടോ താല്പര്യം? രണ്ടിനോടും താല്പര്യം. എന്താ വിശ്വാസമില്ല. എന്താ മുമ്പ് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മുമ്പ് എപ്പോഴെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ താല്പര്യം ഇല്ലെന്ന് പറയുന്നത്? അതെ അതെ. ഓക്കെ, താങ്ക് യു. മാരേജിനോട് താല്പര്യമില്ല. മാരേജിനോട് താല്പര്യമില്ല. അതെന്താ അങ്ങനെ ഒരു വേറിട്ട ചിന്താഗതി? ഒന്നാമത് ഈ ജനറേഷൻ ഫുള്ള് സ്ട്രെസ്, അടുത്ത സ്ട്രെസ് ഓ, അതും കൂടെ ഇനി ഒരു ഭാരമാവുന്നുള്ള പേടിയുണ്ടല്ലയോ? ആ പേടിക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? എനിക്ക് എന്റെ കാര്യം നോക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി മറ്റൊരാളും കൂടെ ഒരു അമിത ഭാരമാവുന്നുള്ള ഭയം ഇല്ലയോ? വീട്ടുകാർ ഇതിനെ അനുകൂലിക്കുവോ? ഞാനല്ലേ കെട്ടണുള്ളൂ, അവരല്ലല്ലോ. ഓക്കെ. അപ്പോഴ് പ്രഷർ ഉണ്ടാവത്തില്ലേ വീട്ടിൽ നിന്ന്? ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പ്രഷർ എന്നാ സോൾവ് ചെയ്യാലോ. ബ്രോയ്ക്ക് അറേഞ്ച് മാരേജിനോടാണോ അതോ ലവ് മാരേജിനോടാണോ താല്പര്യം? എന്താ പുള്ളിക്കാരെ ലവ് ആക്കുവാന്നോ അതോ അറേഞ്ച് ആക്കുവാന്നോ? ലവ്ലി അറേഞ്ച് മാരേജ് തന്നെ എല്ലാവരുമായിട്ട് തീരുമാനിച്ച്, അതായത് വീട്ടിൽ അവതരിപ്പിച്ച് അങ്ങനെ അറേഞ്ച് ആക്കാം ഇല്ലയോ? വീട്ടുകാരെ സമ്മതിക്കോ? സമ്മതിക്കണമല്ലോ, എങ്ങനെയെങ്കിലും സമ്മതിച്ചാൽ പറ്റൂല്ലയോ? കാരണം രണ്ടുപേരും തമ്മിൽ നേരത്തെ മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നില്ലേ നല്ലത്. അതെ അതെ. ബ്രോയ്ക്ക് അറേഞ്ച് മാരേജിനോടാണോ അതോ ലവ് മാരേജിനോടാണോ താല്പര്യം? ലവ് മാരേജ്. എന്തുകൊണ്ടാ ബ്രോ? കെയറിങ് കിട്ടും. ഈ അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇപ്പോഴേ നമ്മള് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് നല്ല കെയറിങ് കിട്ടും. ഓക്കെ. പേരെന്താ? ജിൻഷ. ദിനിഷയ്ക്ക് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജിനോടാണോ താല്പര്യം? മാരേജിനോട് വലിയ താല്പര്യം. മാരേജിനോട് താല്പര്യമില്ല. എന്തുകൊണ്ടാ ദിനിഷ? എനിക്ക് ഞാനൊരു മാരേജിലേക്ക് ആളാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് മാരേജിനോട് താല്പര്യമില്ല. കുഴപ്പമില്ല, ഞാനൊരു മാരേജിലേക്ക് ആളാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ മാരേജിനോട് താല്പര്യപ്പെടും. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും റീസൺ? എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് താമസിക്കാൻ, ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് താമസിക്കാനാണ് ഇഷ്ടം. ഈ മാരേജ് ചെയ്ത് ചിലപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോ ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. സ്വാതന്ത്ര്യം കൊടുക്കുന്നവരുണ്ടല്ലോ. ഓക്കെ ഓക്കെ. എന്തെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സാധനമല്ല, നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ സ്വയം തേടേണ്ട സാധനമല്ലയോ? അങ്ങനെ എന്നാലും എന്തെങ്കിലും ഒരു താല്പര്യം കാണാമല്ലോ. വിവാഹത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടില്ലാതിരിക്കുമല്ലോ. ലവ് മാരേജ്. എന്തുകൊണ്ടാ ബ്രോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അറേഞ്ച് മാരേജ് ആകുമ്പോഴത്തേനും അപ്പ കണ്ട് ഓക്കെ, അതുകൊണ്ട് പിന്നെ കുറെ നാള് കാണും. ലവ് മാരേജ്. എന്താ ലവ് ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ലവ് ആകുമ്പോ നമുക്ക് ഒരാളെ അറിഞ്ഞ് എന്നിട്ട് കല്യാണം കഴിക്കാം. ഓക്കെ. അറേഞ്ച്ഡ് ആകുമ്പോ പരസ്പരം അറിയാത്ത ആളാ ഇല്ലയോ? കൂടുതൽ അവരെ അറിയാൻ കഴിയത്തില്ല ഇല്ലയോ? ലവ് മാരേജ് എന്തുകൊണ്ടാ ബ്രോ? അങ്ങനൊന്നും ഇല്ലയോ? ലവ് മാരേജ് ഇല്ലയോ? അല്ല, ലവ് മാരേജ് അതെന്തേലും കാരണം കാണുമല്ലോ. കാരണം അതാകുമ്പോ ലവ് ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നോ? നിലവിലുണ്ടോ? ഉണ്ടില്ലയോ? അതുകൊണ്ടാണോ താല്പര്യം? ലവ് മാരേജ്. എന്തുകൊണ്ടാ ബ്രോ? അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആൾക്കാര് പരസ്പരം അറിഞ്ഞ് സഹകരിച്ച് വിവാഹം കഴിക്കാൻ മ്യൂച്വലി ഉള്ളതാണെങ്കിൽ ലവ് മാരേജ്, അല്ലെങ്കിൽ അറേഞ്ച് മാരേജോ പറ്റാത്ത ആൾക്കാർ. ബ്രോയ്ക്ക് ലവ് ഉള്ളത് കൊണ്ടാണ് ലവിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനല്ല, അല്ല ഇപ്പഴത്തെ ജനറേഷൻ വെച്ച് എങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല. ലവ് മാരേജ് ഒക്കെ റെയറാ ഇപ്പഴത്തെ ജനറേഷൻ. ലവ് മാരേജിനോട് എന്തുകൊണ്ടാ ബ്രോ? ലവർ ഉണ്ടായിരുന്നു. ഓ, ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ എത്ര നാളായി ലവ്? 1 year. 1 year ആയില്ലയോ? പുള്ളിക്കാരത്തി തന്നെ വിവാഹം ചെയ്യത്തുള്ളൂ. ബ്രോയ്ക്ക് അറേഞ്ച് മാരേജിനോടാണോ ലവ് മാരേജിനോടാണോ താല്പര്യം? ലവ് മാരേജ്. എന്തുകൊണ്ടാ ബ്രോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ലവ് ഉള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാ അറേഞ്ച് മാരേജിനെ നിഷേധിക്കുന്നത്? നിഷേധിക്കുന്നൊന്നുമില്ല, ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ഉള്ളതുകൊണ്ട് ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലയോ? ലവ് മാരേജ് ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചപ്പോ. ലവ് മാരേജിനോട് അതുകൊണ്ട് താല്പര്യം. എന്തുകൊണ്ടായിരുന്നു ലവ് മാരേജിനോട് താല്പര്യം തോന്നാൻ കാരണം? എന്ന് വെച്ചാലായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിനെ എങ്ങനെ കല്യാണം കഴിക്കാം. അതെ, അതുകൊണ്ട് ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല.